എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹൃദയം നുറുങ്ങുന്ന വേദന അനുഭവിച്ചിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. പ്രണയനഷ്ടം, സൗഹൃദത്തിലെ വിള്ളലുകൾ, വേണ്ടപ്പെട്ടവരുടെ വേർപാട്, ഇങ്ങനെ പല കാരണങ്ങളാൽ നമ്മുടെ ഹൃദയങ്ങൾ തകരാം. ഈ വേദനയിൽ നിന്ന് എങ്ങനെ കരകയറാം, തകർന്ന ഹൃദയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഓർക്കുക, തകർന്ന ഹൃദയം എന്നതൊരു രോഗമല്ല, മറിച്ച് ആഴത്തിലുള്ള ഒരു വൈകാരിക അനുഭവമാണ്. ഈ വേദനയെ അംഗീകരിക്കുകയും സ്വയം സമയം നൽകുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും നമ്മൾ വേദനയെ ഒളിപ്പിച്ചു വെക്കാനോ വേഗത്തിൽ മറക്കാനോ ശ്രമിക്കാറുണ്ട്. എന്നാൽ അതൊരിക്കലും ശരിയായ രീതിയല്ല. നിങ്ങളുടെ സങ്കടങ്ങളെയും ദേഷ്യത്തെയും നിരാശയെയും പുറത്തുവിടാൻ അനുവദിക്കുക. കരയണമെന്ന് തോന്നുന്നുവെങ്കിൽ കരയുക. സംസാരിക്കാൻ തോന്നുന്നുവെങ്കിൽ സംസാരിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഒരു വഴി കണ്ടെത്തുക. ഡയറി എഴുതുകയോ വിശ്വസ്തനായ ഒരു സുഹൃത്തിനോടോ കുടുംബാംഗത്തോടോ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടുകയോ ചെയ്യുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും. വേദനയെ ഉള്ളിൽ ഒതുക്കി വെക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഈ സമയത്ത് വളരെ പ്രധാനമാണ്. നല്ല ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, വ്യായാമം ചെയ്യുക, നടക്കുകയോ ഓടുകയോ യോഗ ചെയ്യുകയോ ചെയ്യുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. പ്രകൃതിയുമായി ഇഴുകിച്ചേരുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. സൂര്യപ്രകാശം കൊള്ളുന്നതും ശുദ്ധവായു ശ്വസിക്കുന്നതുമെല്ലാം വളരെ നല്ലതാണ്. നമ്മൾ മാനസികമായി തകരുമ്പോൾ അത് നമ്മളെ പല രീതിയിൽ ബാധിക്കാം. ഒന്ന്, ഇമോഷണൽ സിംറ്റംസ്. അഗാധമായ സങ്കടം, ദുഃഖം, ദേഷ്യം, ആശയക്കുഴപ്പം, ഒറ്റപ്പെട്ട അവസ്ഥ, ഉത്കണ്ഠ, ശൂന്യത, ചിലപ്പോൾ കുറ്റബോധം അല്ലെങ്കിൽ സ്വന്തം വിലയില്ലായ്മ തോന്നിപ്പോവുക എന്നിവയെല്ലാം സാധാരണമാണ്. മാനസിക സമ്മർദ്ദം ശരീരത്തെയും ബാധിക്കുന്നതിൻ്റെ സൂചനകളാണ് ക്ഷീണം, ഉറക്കക്കുറവ് അല്ലെങ്കിൽ അമിതമായ ഉറക്കം, വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കുക, പേശിവേദന, നെഞ്ചിൽ ഭാരം തോന്നുകയോ വേദനയോ അനുഭവപ്പെടുക, തലവേദന, ഊർജ്ജക്കുറവ് എന്നിവയും ഉണ്ടാകാം. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം, നഷ്ടത്തെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള ചിന്തകൾ, തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരുതരം സ്റ്റക്ക് ഫീലിംഗ് എന്നിവയും ഈ സമയത്തുണ്ടാകാം. ഓരോ വ്യക്തിയിലും ഈ ലക്ഷണങ്ങളുടെ തീവ്രതയും ദൈർഘ്യവും വ്യത്യാസപ്പെടാം. നഷ്ടത്തിൻ്റെ സ്വഭാവം, വ്യക്തിയുടെ പ്രതിരോധശേഷി, ചുറ്റുമുള്ളവരുടെ പിന്തുണ എന്നിവയൊക്കെ ഇതിനെ സ്വാധീനിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക. ഹോബികളിൽ ഏർപ്പെടുന്നത്, പുസ്തകങ്ങൾ വായിക്കുന്നത്, പാട്ട് കേൾക്കുന്നത്, സിനിമകൾ കാണുന്നത്, ഇതൊക്കെ താൽക്കാലികമായെങ്കിലും വേദനയിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ സഹായിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനോ പുതിയ കഴിവുകൾ നേടാനോ ശ്രമിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ സംതൃപ്തി ലഭിക്കും. സാമൂഹിക സേവനങ്ങളിൽ ഏർപ്പെടുന്നത്, ആവശ്യമുള്ളവരെ സഹായിക്കുന്നത്, ഇത് നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവരെക്കുറിച്ചും ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഈ സമയത്ത് സ്വയം സ്നേഹിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ എന്താണോ അതിനെ അംഗീകരിക്കുക. സ്വയം വിമർശിക്കുന്നത് നിർത്തുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ചിന്തകളെയും ആളുകളെയും ഒഴിവാക്കുക. പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുക. ഓർമ്മകളെ പേടിച്ച് ഒളിച്ചോടേണ്ടതില്ല, അവയെ സ്വീകരിക്കുക. എന്നാൽ ഓർമ്മകളിൽ തളച്ചിടാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടുന്നതിന് പകരം ഭാവിയിലേക്ക് നോക്കി നല്ല ചിന്തകളോടെ ജീവിക്കാൻ പഠിക്കുക. ഓരോ ദിവസവും പുതിയൊരു തുടക്കമാണ്. എല്ലാം പഴയതുപോലെയാകാൻ സമയമെടുക്കും. ഓരോരുത്തർക്കും വ്യത്യസ്തമായ സമയമായിരിക്കും ഇതിന് ആവശ്യം. ക്ഷമയോടെ കാത്തിരിക്കുക. ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ വേദനയിൽ നിന്ന് കരകയറാൻ നിങ്ങൾക്ക് കഴിയും. സ്വയം സ്നേഹിക്കുക, മുന്നോട്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.